ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ ഫൈസക്കുട്ടിക്ക് വയ്യാതായിട്ടുണ്ട് കേട്ടോ. അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവൾക്ക് പനിയായിട്ട് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഞങ്ങൾ കരുതി ഇന്നൊന്ന് പോയി നോക്കാമെന്ന് കരുതി. അത് ഞങ്ങൾ പോകാൻ നിൽക്കുന്നു കേട്ടോ. അന്ന് നേരെ ഡ്രസ്സൊക്കെ മാറ്റി നേരെ അവർക്ക് ഇറങ്ങാൻ നിൽക്കുന്നു കേട്ടോ. ഞാനും താത്തയും ഇമ്മിയും പാടെയാണ് കേട്ടോ പോണത്. അത് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങി ഇപ്പോൾ വണ്ടി എടുക്കാൻ നിൽക്കുന്നു. അപ്പോൾ ആ ടൈം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് കയറാൻ നിൽക്കുക. ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി നമ്മൾ നേരെ പോകാൻ തുടങ്ങിയിട്ട് ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അതിൽ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫൈസക്ക് 2 ദിവസമായിട്ടായി വയ്യാണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞൊരു കടയാണ് കേട്ടോ. അത് പിന്നെ ഇപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ മീന്താത്തൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ മുട്ടായി മേടിക്കാൻ പോയിട്ടോ. എന്താണ് എൻ്റെ താത്ത ജയിച്ചതിൻ്റെ 10ാം ക്ലാസ് ആയതിൻ്റെ ജയിച്ചതിന് മുട്ടായി മേടിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഫൈസൂബിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. കണ്ട അവന് എനിക്ക് മുട്ടായൊക്കെ കിട്ടി, ഞാൻ കഴിച്ചു. അപ്പോൾ ഫൈസൂബി കാണുമ്പോൾ ഞാൻ ചിരിക്കുമ്പോൾ ഒരു കൈമ ഇതുകൊണ്ട് കേട്ടോ, ട്രിപ്പിട്ട ആ സാധനമുണ്ട്. അത് പിന്നെ ഡെഫീനും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഫമും ഉണ്ട്. പിന്നെ അങ്ങനെ ഓല് പോകാൻ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഫൈസൂബി ആകെ ഇങ്ങോട്ട് ഇല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം കണ്ണും മുറക്ക് എന്തോ പോലെ ഉണ്ട്. കൈ കണ്ടില്ലേ, ഒരാളുടെ കൈ ചോദിക്കുമ്പോൾ തരൂല. ആ കൈയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ മറിഞ്ഞുണ്ടോ, കുരുത്തക്കേടിന് കുറവ് അതുമില്ല. എല്ലായിടത്തും അതൊന്നും കട്ടിങ്ങാണ്ട് നടക്കട്ടോള്. കൈ ചോദിച്ചാൽ അപ്പം തരൂല. പിന്നെ ആണെങ്കിൽ കുറച്ച് നേരം കറങ്ങിൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഒരു ബക്കറ്റിൽ കയറി നിന്നിട്ടാണ് കേട്ടോ കറങ്ങണത്. അതാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ്. പിന്നെ നേരെ അയിമന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോരാൻ നേരത്തുള്ള കാട്ടുകൂട്ടിലാണ് ഒരു ഊവരെ നന്നിക്കോളൂ ഊവെന്നാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ ഒരു കുട്ടി മിറർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളത് നൗഷ്യാമയും ഫൈസും പിന്നെ ഓല മാമിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആപ്പിയും ബാക്കിയുള്ളവരൊക്കെ വന്നിരുന്നു. ഓല മമ്മിയും ഫമൂഫിനും ഒക്കെ മദ്രസയിലോണ്ട് പോയി. ഇത് കാട്ടുന്നുണ്ടില്ലേ, എന്നുണ്ടല്ലോ നല്ലപോലെ ഇരിക്കുക. പനി എന്തെങ്കിലുമൊക്കെ ആയാൽ അതുമില്ല. നല്ല കുസ്തക്കേട് മൊത്തം കാട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണേക്കും ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടിയിലെ ചുണ്ടൊക്കെ പിടിച്ചിട്ട് വീഡിയോ എടുക്കണപ്പോൾ അവിടെയുള്ള വറ്റുകളൊക്കെ പെറുക്കി നേരെ താഴത്തേക്ക് ഇടൽ തുടങ്ങി. കണ്ടില്ലേ, അപ്പോൾ അവിടെയുള്ള വറ്റുകളൊക്കെ നേരെ താഴത്തേക്ക് ഇടൽ തുടങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണപ്പോഴാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഞാൻ ഒരു ബായി താടി എന്നിട്ടുമ്പോൾ മോൾ മെയിൻ ചെയ്തിട്ടായിരുന്നു ജാടട്ടൊക്കെ ചെയ്യുന്നു കേട്ടോ. പിന്നെ ചുണ്ടിങ്ങനെ പിടിച്ചിട്ട് കണ്ടില്ല. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരിയില്ല. ഫോൺ തുറന്നു തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഫോൺ തുറന്നു തരാം തട്ടി പറഞ്ഞു. പിന്നെ തന്നില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ തുറന്നു കൊടുത്ത്. പിന്നെ തുറന്നു കൊടുത്തപ്പോഴാണ് കുറച്ചെങ്കിലും മുണ്ടാതിരുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് കാട്ടിങ്ങാണ്ട് നിൽക്കുന്നു. പിന്നെ വരുന്ന നേരത്തെ ഞാൻ കുറേ അവൾക്ക് ഭയം എടുത്തു. എന്നിട്ടുള്ള പറഞ്ഞു. എന്നിട്ട് എൻ്റെ അമ്മയൊക്കെ വന്ന് പറഞ്ഞു ഭയം പോകാൻ നേരത്തെ കയ്യെന്ന് ഇങ്ങനെ വീശി കാണിച്ചിട്ട് ഫോൺ കളിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ഭാഗം. ഞങ്ങൾ നേരെ അവിടെ തെറാപ്പി എന്തൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഓലൊന്നും കഴിച്ചിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കരുതി ഫുഡ് മേടിച്ചു കൊടുക്കാൻ കരുതി. അത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഫുഡ് മേടിക്കാമെന്ന് കരുതിയിട്ട് പോവാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി കയറി. പിന്നെ നേരെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായി. പിന്നെ അവിടെ കുറച്ച് ചോറേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കരുതി ഫുഡ് മേടിച്ചു കൊടുക്കാൻ. പിന്നെ ഞാൻ ഗ്ലാസ്സൊക്കെ താത്തി. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പുറത്തൊക്കെ വന്ന് പിന്നെ അവിടുന്ന് നേരെ വണ്ടിയൊക്കെ എടുത്ത് പിന്നെ ഓൾക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ ബായ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ ഫൈസൂബി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ തന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബായ്.